Hi friends, happy welcome. This is Fly High English TV, and in this episode we will learn how to describe something in our surroundings. So it may be living things or non-living things, or it may be our friends, or it may be our relatives. Okay, so it may be a person, right? So in this video we will learn how to talk about something around us. Okay, so you can learn some new words, and it would be great, or it would help you learn, or it will help you increase your listening skills and speaking skills. Okay friends, so shall we start our practice? Then നമ്മൾ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് പഴയ കാര്യങ്ങളൊന്ന് ബ്രഷപ്പ് ചെയ്താലോ. നമ്മൾ ബി എന്ന് പറയുന്ന വെർബിനെ കുറിച്ച് മുമ്പ് ഡിസ്കസ് ചെയ്തതല്ലേ. അപ്പോൾ ബി എന്ന് പറയുന്ന വെർബിൻ്റെ 3 ഫോംസും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. ഫസ്റ്റ് ഫോം ഏതാണ്? ഈസ്, ആം, ആർ. സെക്കൻഡ് ഫോം ഏതാ? വാസ്, വേർ. തേർഡ് ഫോം ഏതാണ്? ബി അല്ലേ. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ വളരെ ചെറിയ ഒരു വെർബാണ് ബി, പക്ഷേ അതുകൊണ്ടുള്ള ഉപയോഗം വളരെ വലുതാണ്. അപ്പോൾ ഈസ്, ആം, ആർ, വാസ്, വേർ, ബീനൊക്കെ വെച്ചിട്ടുള്ള സെൻറ്റൻസ് മാത്രം പഠിച്ചാൽ തന്നെ നമുക്ക് ഒരു 10-15 മിനിറ്റ് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ. ഇപ്പോൾ ഇവിടെ നമുക്ക് പഴയ കാര്യങ്ങളൊന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഐ എന്നുള്ള സബ്ജക്റ്റ് വരുമ്പോൾ നമ്മൾ ഈ സെക്കൻഡ് കോളത്തിലുള്ള ഏത് വേർഡാണ് എടുക്കേണ്ടത്? ഏത് വെർബാണ് എടുക്കേണ്ടത്? ഐയുടെ കൂടെ എപ്പോഴും ആം അല്ലേ യൂസ് ചെയ്യുള്ളൂ. ഐ ആം അല്ലേ. യു ആർ, വി ആർ അല്ലേ. ദേ ആർ, അതുപോലെ ദേ വേർ, പാസ്റ്റിൽ വരുമ്പോൾ വേർ. ഹി ഈസ് അല്ലെങ്കിൽ ഹി വാസ്, പിന്നെ ഷീ വാസ്, ഷീ ഈസ്. അപ്പോൾ ഇതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അതുപോലെ ഐ ഹാവ് ബീൻ, ഐ ഹാഡ് ബീൻ അല്ലേ. അതുപോലെ ഏത് സബ്ജക്റ്റ് യൂസ് ചെയ്യുക. അതുപോലെ ഇവിടെ യു വരുമ്പോൾ എപ്പോഴും ഹാവ് ബീനേ വരുള്ളൂ. ഹി വരുമ്പോൾ എന്ത് ചെയ്യണം? ഹാസ് ബീൻ യൂസ് ചെയ്യണം അല്ലേ. ഹാസ് ബീൻ, ഹി ഹാസ് ബീൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഇറ്റ് വരുമ്പോൾ ഹാസ് ബീൻ. ഇപ്പോൾ പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ മുമ്പ് പഠിച്ചില്ലേ, എന്താണ് സിംഗുലർ അല്ലേ. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മളെപ്പോഴും ഹാസ് ആണ് ഉപയോഗിക്കുക. പിന്നെ ഐയുടെ കൂടെയാണ് നമ്മൾ ഹാവ് ഉപയോഗിക്കുന്നത്, എക്സെപ്ഷണൽ കേസ് അല്ലേ, ഹാവ്. പിന്നെ പാസ്റ്റ് വരുമ്പോൾ എപ്പോഴും നമ്മൾ ഹാഡ് ബീൻ, അവിടെ നമുക്ക് കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ ഈസ്, ആം, ആർ ഉപയോഗിച്ച് ഒരുപാട് സെൻറ്റൻസുകൾ നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ പറയാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഫോർ എക്സാമ്പിൾ, വാട്ട്സ് യുവർ നെയിം? ഐ ആം ലളിത. ഓക്കെ, ആൻഡ് വാട്ട് യു ഡു? ഐ എം എ ടീച്ചർ. ക്ലിയർ. ദെൻ ഹൗ ഡു യു ഡു? ഹൗ ഡു യു ഡു എന്ന് ചോദിക്കുമ്പോൾ ഐ ആം ഫൈൻ എന്നൊന്നും പറയരുത്. ഹൗ ഡു യു ഡു എന്ന് ചോദിക്കുമ്പോൾ എപ്പോഴും അത് തന്നെ തിരിച്ച് ചോദിച്ചാൽ മതി. ക്ലിയർ അല്ലേ. ഇപ്പം നമ്മൾ ഹലോ ചോദിക്കുമ്പോൾ ഹലോ, ഹായ് ദെയർ, ഹൗ യു ചോദിക്കുമ്പോൾ നമ്മൾ ഹലോ പറയുമ്പോൾ ഹലോ തന്നെയാണ് പറയുന്നത് അല്ലേ. അല്ലെങ്കിൽ നമ്മളോട് ഹലോ പറയുമ്പോൾ നമ്മൾ തിരിച്ച് ഹലോ തന്നെയല്ലേ പറയാറ്. അതേപോലെ ഹൗ ഡു യു ഡു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് ട്യൂൺ മാറ്റി കൊടുത്താൽ മതി. ഓക്കെ, ഹായ്, ഹൗ ഡു യു ഡു, ഹൗ ഡു യു ഡു. ക്ലിയർ അല്ലേ. അപ്പോൾ ഹൗ ഡു യു ഡു എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും ഐ ആം ഫൈൻ എന്ന് പറയരുത്. ഇത് മിക്കവാറും വരുന്ന ഒരു മിസ്റ്റേക്കാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. ദെൻ ഹൗ ആർ യു ഡൂയിങ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാം ഐ ആം ഫൈൻ, താങ്ക് യു, ഐ എം വെരി ഫൈൻ, താങ്ക് യു, ആൻഡ് വാട്ട് അബൌട്ട് യു. ഓക്കെ, അതൊക്കെ നമ്മൾ പഠിച്ച ഓർമ്മയില്ലേ ഫസ്റ്റ് വീഡിയോയിൽ. അപ്പോൾ നമ്മൾ എവിടെയാണ് പറഞ്ഞു വന്നത്? അതുപോലെ ഈസ്, ആം, ആർ വെച്ചിട്ട് കുറച്ച് സെൻറ്റൻസുകൾ ഒന്നുകൂടെ നമുക്ക് ഓടിച്ച് പറഞ്ഞുതരാം അല്ലേ. ഇപ്പോൾ ഐ ആം സിക്ക്, ഐ ആം നോട്ട് വെൽ ടുഡേ, സോ ഐ കോൾഡ് ഹിം സിക്ക്. എനിക്ക് സുഖമില്ല, അതുകൊണ്ട് ഞാൻ ഓഫീസിൽ വിളിച്ച് പറഞ്ഞു ഞാൻ ഇന്ന് വരുന്നില്ല. കോൾഡ് ഇൻ സിക്ക്, ഓഫീസിലേക്ക് ലീവ് ആണെന്ന് വിളിച്ച് പറയുന്നതിനാണ് കോൾഡ് ഇൻ സിക്ക്, വിളിച്ച് പറഞ്ഞു. കോൾ ഇൻ സിക്ക് എന്ന് പറഞ്ഞാൽ എന്താ? വിളിച്ചു പറയുക. ഓക്കെ, സുഖമില്ലാതെ വിളിച്ചു പറയാം. ഓക്കെ, ഐ ആം അണ്ടർ ദ വെദർ ടുഡേ. ഐ ആം അണ്ടർ ദ വെദർ എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് സുഖമില്ല, ഐ ആം നോട്ട് വെൽ. ഓക്കെ, ദിസ് എ നൈസ് യൂസേജ്, നല്ലൊരു യൂസേജ് ആണ്, ഓർത്ത് വെക്കുക. ഐ ആം അണ്ടർ ദ വെദർ ടുഡേ, ഐ ആം അണ്ടർ ദ വെദർ, ഐ ആം എ ബിറ്റ് അണ്ടർ ദ വെദർ. ഓക്കെ, സോ ഐ കോൾഡ് ഹിം സിക്ക്. ക്ലിയർ. അതുപോലെ ഐ എം എ ഗ്രാജുവേറ്റ്, ഐ എം നോട്ട് എ ഗ്രാജുവേറ്റ്, ഹീ ഈസ് എ ഗ്രാജുവേറ്റ്, ഹീ ഈസ് നോട്ട് വെൽ, ആൻഡ് ഹീ ഈസ് ഓൺ ഡ്യൂട്ടി, ഹീ ഈസ് അറ്റ് വർക്ക്, ആൻഡ് ഐ വാസ് അറ്റ് വർക്ക്. ഞാൻ ജോലി സ്ഥലത്തായിരുന്നു. അറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ജോലി സ്ഥലത്തായിരുന്നു. ഓക്കെ, അറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഒരു പക്ഷേ നമ്മൾ ആ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്, നമ്മൾ ആ വർക്കിലാണ്,
അതാണ് അറ്റ് വർക്ക് എന്നുള്ളത്. മനസ്സിലായോ? അപ്പോൾ ജോലി സ്ഥലത്ത് എന്നുള്ളതിനെക്കാട്ടിലും അറ്റ് വർക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ആ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ വർക്ക് പ്ലേസിലാണ്, ഓക്കെ, നമ്മൾ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള അർത്ഥത്തിലും അത് യൂസ് ചെയ്യാം. ഓക്കെ, ഐ ആം അറ്റ് വർക്ക്. ക്ലിയർ? ആൻഡ് ഐ എം നോട്ട് അറ്റ് വർക്ക്, ഐ എം ഓൺ ഡ്യൂട്ടി ടുഡേ, ഐ എം ഓൺ ലീവ് ടുഡേ. അങ്ങനെ ഒരുപാട് സെൻറ്റൻസുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് നമുക്കൊന്ന് പഠിക്കാനാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു റിവിഷനായിട്ടത് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഈ ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, ദെൻ തേർഡ് കോളം നോക്കൂ, ആൻഡ് ഫോർത്ത് കോളം. ഇവിടെ ഫോർത്ത് കോളം എന്ന് കൊടുക്കാം, നമുക്കിതിന് ഫിഫ്ത്ത് എന്ന് കൊടുക്കാം. ഈ ഫിഫ്ത്ത് കോളം നോക്കാം. ഇനി നമ്മൾ ഇതിൽ വെച്ച് സെൻറ്റൻസുകൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ഇതിൻ്റെ വേർഡിൻ്റെ അർത്ഥം ഒന്ന് പഠിച്ചു വെച്ചോളൂ. അഗ്രസീവ്. അഗ്രസീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ആക്രമണ സ്വഭാവം കാണിക്കുന്നില്ലേ? അകപാടെ ദേഷ്യം വന്ന ഒരു ആക്രമണശീലം കാണിക്കുന്ന ഒരു ആകെ എന്താ പറയുക, ദേഷ്യം വന്ന് നിൽക്കുന്ന ആ ഒരവസ്ഥ അല്ലേ? അഗ്രസീവ്. ആങ്ഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വളരെ ആങ്ഷ്യസ് ആണ്, നമ്മളൊരു ആകാംക്ഷയോടെ ഇരിക്കുന്ന ഒരു അവസ്ഥ അല്ലേ? ആങ്ഷ്യസ്. അതെന്താകും, ഭാവിയിൽ അതെന്തായിരിക്കും, ആങ്ഷ്യസ്. ഓക്കെ, ദെൻ തേഴ്സ്റ്റി, നമുക്ക് ദാഹമുള്ള ഒരവസ്ഥ അല്ലേ? അതുപോലെ ഹംഗ്രി, നമുക്കറിയില്ല ഹംഗ്രി. ഐ ആം ഹംഗ്രി എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് വിശക്കുന്നു എന്നാണ്. ഐ ആം ഹംഗ്രി, ആ ഒരു അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ഐ ആം ക്യൂരിയസ്. ക്യൂരിയസ് മീൻസ് വാട്ട്? വി വാണ്ട് ടു നോ സംതിങ് അബൌട്ട് അല്ലേ? സംതിങ്, റൈറ്റ്? സോ ക്യൂരിയസ്, അറിയാനുള്ള ആഗ്രഹം. ഐ എം സോ ക്യൂരിയസ് അബൌട്ട് ഇറ്റ്. ഓക്കെ, എന്തിനെങ്കിലും ഒന്നിനെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹം. ഓക്കെ, ക്യൂരിയസ്. അപ്പം ക്യൂരിയസ് ആണ്, ഞാൻ ക്യൂരിയസ് ആണെന്ന് പറഞ്ഞാൽ ഞാൻ ഒരാഗ്രഹം, ആ ഒരു അറിയാനുള്ള ആഗ്രഹമുള്ള ആളാണ് എന്നുള്ള അർത്ഥത്തിൽ വരും. ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യും. ദെൻ ക്വയറ്റ്, ശാന്തമായ. ഹെൽപ്ഫുൾ, വളരെ ഹെൽപ്ഫുൾ ആണ്. എക്സൈറ്റഡ് അല്ലേ? വളരെ ഒരു യുനോ ഐ ഹാവ് അപ്പോയിൻറ്റഡ് ആസ് എ ടീച്ചർ ഇൻ എ ന്യൂ സ്കൂൾ, സോ ഐ ആം സോ എക്സൈറ്റഡ് അല്ലേ? നമുക്കത് എന്തായിരിക്കും എന്നറിയാനുള്ള ഒരു ആവേശം. ഓക്കെ, എക്സൈറ്റഡ്. ദെൻ ഫോക്കസ്ഡ്. ഫോക്കസ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ ഏകാഗ്രതമായിട്ട് ശ്രദ്ധയോടെ ഇരിക്കുന്ന ഒരു അവസ്ഥ. ഓക്കെ, സോ ഐ ആം ഫോക്കസ്ഡ് എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ ഫോക്കസ്ഡ് ആണ്. ക്ലിയർ? സോ പക്ഷെ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇത് റെക്ലെസ്, ശ്രദ്ധയില്ലാത്തത്. ഓക്കെ, റെക്ലെസ്. അപ്പോൾ ഹി ഈസ് എ റെക്ലെസ് ഡ്രൈവർ. ഓക്കെ, വണ്ടി അശ്രദ്ധമായി ഓടിക്കുന്ന ആൾ. ക്ലിയർ? ദെൻ ഓർഗനൈസ്ഡ്, കാര്യങ്ങളൊക്കെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുന്ന ആൾ. ഐ ആം ഓർഗനൈസ്ഡ്, യു ആർ ഓർഗനൈസ്ഡ്. അപ്പോൾ നമ്മൾ ഈ ഓരോ സബ്ജക്റ്റ് വെച്ചിട്ടും ഇതിൽ നമുക്ക് സെൻറ്റൻസ് ഉണ്ടാക്കാം. ക്ലിയർ? എലോൺ, ഒറ്റയ്ക്കാണ്. വറീഡ്, വിഷമിക്കുന്ന ഒരവസ്ഥ. ജനറസ്, വളരെ ഉദാരമതിയാണെന്നുള്ളൊരു അർത്ഥത്തിൽ പറയാൻ നമുക്കത് യൂസ് ചെയ്യാം. ക്ലിയർ? അപ്പോൾ നമുക്ക് ഓരോ സെൻറ്റൻസ് ആക്കി ഉണ്ടാക്കി അതിൻ്റെ മീനിങ് പറഞ്ഞാലോ? ഓക്കെ, നൗ ഐ വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഞാൻ ഓർഡറിലല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എടുക്കുക. അപ്പോൾ ഐ ആം എപ്പോഴും ശ്രദ്ധിക്കുക. ഐ ആം അഗ്രസീവ്, ഐ ആം അഗ്രസീവ്. അങ്ങനെ സെൻറ്റൻസ് ഉണ്ടാക്കി പഠിക്കുക ആദ്യം. ഓക്കെ, ഐ ആം അഗ്രസീവ്. പിന്നെ യു വരുമ്പോൾ എന്ത് കൊടുക്കണം? ആർ. യു ആർ അഗ്രസീവ്. പിന്നെ ഐ ആം ആൻഷ്യസ്, ഐ ആം തേഴ്സ്റ്റി. എനിക്ക് ദാഹിക്കുന്നു. ഐ ആം തേഴ്സ്റ്റി, ഐ ആം ആൻഷ്യസ്, ഐ ആം ക്യൂരിയസ്, ഐ ആം ക്വയറ്റ്, വളരെ ശാന്തനാണ്. ഐ ആം ഹെൽപ്ഫുൾ, ഞാൻ വളരെ ഹെൽപ്ഫുൾ ആണ്, മറ്റുള്ളവരെ സഹായിക്കാൻ ഒക്കെ വളരെ ആഗ്രഹമുള്ള ആളാണ്. ഐ ആം ഹെൽപ്ഫുൾ, എല്ലാവരെയും സഹായിക്കുന്ന ആളാണ്. ഐ ആം എക്സൈറ്റഡ്. എക്സൈറ്റഡ്, ഓക്കെ, നമ്മളൊരു ആവേശഭരിതരായിട്ടിരിക്കുന്ന അവസ്ഥ. ഐ ആം എക്സൈറ്റഡ്. അപ്പോൾ എന്നെ കുറിച്ചാണ് പറയുന്നത്. ഐ ആം എക്സൈറ്റഡ്. ഐ ആം ഫോക്കസ്ഡ്, ഐ ആം ഓർഗനൈസ്ഡ്, ഐ ആം അലോൺ, ഐ ആം വറീഡ്, ഞാൻ അല്പം വിഷമത്തിലാണ്. ഐ ആം വറീഡ്, ഞാൻ ദുഃഖിതനാണ്. ഐ ആം ജനറസ്, ഞാൻ എന്താ പറയുക, ദയാലുവാണ്. ജനറസ് അല്ല, ഔദാര്യം ഉള്ള ആളാണ് അല്ലേ? ഉദാര മനസ്കൻ. ഐ ആം ജനറസ്. അപ്പോൾ ഞാൻ ഈ ഐ വെച്ചിട്ട് തന്നെ ഇത്രയും സെൻറ്റൻസ് ഉണ്ടാക്കിയില്ലേ? അപ്പോൾ ഇത് ഓരോന്നിൻ്റെയും അർത്ഥം മനസ്സിലാക്കിയിട്ട് പഠിക്കുക. സെൻറ്റൻസ് ഇതുപോലെ ഉണ്ടാക്കി പഠിക്കുക. ഐ വെച്ചിട്ട് തന്നെ നമുക്ക് ഇത്രയും സെൻറ്റൻസ് കിട്ടിയല്ലോ. അതുപോലെ നിങ്ങൾ ഓരോ സബ്ജക്റ്റ് വെച്ചിട്ടും പ്രാക്ടീസ് ചെയ്യാം. നമുക്കൊരു ടൈം ലിമിറ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു വീഡിയോയിൽ തന്നെ ഇതെല്ലാം വായിച്ച് നമുക്ക് എടുക്കാൻ സമയം കിട്ടില്ല. അതുകൊണ്ട് ബാക്കി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അതുപോലെ ഓരോന്നും സ്യൂട്ടബിൾ ആയിട്ടുള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള എടുത്താൽ മതി. ക്ലിയർ? എല്ലാം ഉണ്ടാക്കണമെന്നില്ല. സോ അതുപോലെ നോക്കൂ, ഞാനൊരു സെൻറ്റൻസ് ഉണ്ടാക്കാം. ഐ ആം ബിറ്റ്വീൻ ദ ഡെവിൾ ആൻഡ് ഡീപ് സീ. ഐ ആം ബിറ്റ്വീൻ ദ ഡെവിൾ ആൻഡ് ഡീപ് സീ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ചെകുത്താനും കടലിനും ഇടയ്ക്കേപ്പോഴുള്ളൂ ആ ഒരവസ്ഥയിലുള്ളത്. ഓക്കെ, നല്ല യൂസേജ് അല്ലേ? ഐ ആം ബിറ്റ്വീൻ ദ ഡെവിൾ ആൻഡ് ഡീപ് സീ. പഠിച്ചു വെച്ചോളൂ, നല്ല യൂസേജാണ്. ഇനി ഐ ആം പറയാം, യു ആർ, വി ആർ, ഞങ്ങളിപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിലുള്ളത്. എന്ത് ചെയ്യണം എന്നുള്ളൊരവസ്ഥ
അല്ലേ? നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പിടികിട്ടുന്നില്ല. ഓക്കെ, സോ വി ആർ സോ സ്ട്രെസ്ഡ്. ക്ലിയർ? വി ആർ ബിറ്റ്വീൻ ദ ഡെവിൾ ആൻഡ് ഡീപ് സീ. ഇനി ഇത് നോക്കൂ, അപ്പ് ഫോർ എ ലാഫ്. ഞാനത് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്താണ്. ഇപ്പം നമ്മളിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ കുറിച്ച് പറയുകയാണെന്ന് വിചാരിച്ചോളൂ. ഹീ ഈസ് ഓൾവേസ് അപ്പ് ഫോർ എ ലാഫ്. ഹീ ഈസ് ഓൾവേസ് അപ്പ് ഫോർ എ ലാഫ് എന്ന് പറഞ്ഞാൽ ഹീ സോ ഫണി ആൻഡ് ഹീ സോ വിറ്റി. ക്ലിയർ? അദ്ദേഹം വളരെ ഫണിയാണ്, എപ്പോഴും തമാശ പറയുകയും പൊട്ടിച്ചിരിക്കുകയും എപ്പോഴും വളരെ ഹാപ്പി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ഒരു ടേം നമുക്ക് ഈ ഒരു വേർഡ് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആ പുതിയ സെൻറ്റൻസ് ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വിടുന്നില്ല കേട്ടോ. അപ്പോൾ ഹീ ഈസ് ഓൾവേസ് നമ്മൾ കൊടുക്കാം. ഹീ ഈസ് ഓൾവേസ് അപ്പ് ഫോർ എ ലാഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഹീ സോ വിറ്റി ആൻഡ് ഹീ സോ ഫണി. ഹീ ഈസ് ദ ആപ്പിൾ ഓഫ് മൈ ഐസ്. അവൻ എൻ്റെ കണ്ണിലുണ്ണിയാണെന്നാണ്. ദ ആപ്പിൾ ഓഫ് മൈ ഐസ്. ഇനി മൈ ഐസ് തന്നെ വേണമെന്നില്ല. ഹീ ഈസ് ദ ആപ്പിൾ ഓഫ് അവർ ഐസ്. ഞങ്ങളുടെ കണ്ണിലുണ്ണിയാണ് അവൻ. ഓക്കെ, അതുപോലെ തന്നെ യു ആര് വേണമെങ്കിലും പറയാം. ഷീ, സാറ ഈസ് ദ ആപ്പിൾ ഓഫ് മൈ ഐസ്. സാറ എൻ്റെ കണ്ണിലുണ്ണിയാണ്. ഓക്കെ, നല്ല യൂസേജ് അല്ലേ? അപ്പോൾ അതുപോലെ സാറ ഈസ് എ ഷ്രിങ്കിങ് വയലറ്റ്. സാറ ഈസ് എ ഷ്രിങ്കിങ് വയലറ്റ്. ഷ്രിങ്കിങ് വയലറ്റ് എന്ന് പറഞ്ഞാൽ തൊട്ടാവാടികൾ, പെട്ടെന്ന് എന്തിനും ഏതിനും പെട്ടെന്ന് മൂഡ് ഓഫ് ആവുന്ന ആൾക്കാരില്ലേ, പെട്ടെന്ന് സങ്കടം വരിക, ഓക്കെ, പെട്ടെന്ന് മൂഡ് ഓഫ് ആവുന്ന ആൾക്കാർ. ഷ്രിങ്കിങ് വയലറ്റ്. സാറ ഈസ് എ ഷ്രിങ്കിങ് വയലറ്റ്. അതുപോലെ നിങ്ങൾ ഇഷ്ടമുള്ള സബ്ജക്റ്റ് എടുക്കുക, സെൻറ്റൻസ് ഉണ്ടാക്കുക. ഇനി അല്ല എന്ന് പറയണമെങ്കിലോ നാണം കുടുങ്ങി അല്ല. സാറ ഒരു നാണം കുടുങ്ങി അല്ല എന്ന് പറയണമെങ്കിലാണ് സാറ ഈസ് ഈ നോട്ട്. അപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് സെൻറ്റൻസും കൂടി വേണമെങ്കിൽ ഉണ്ടാക്കാം. അതിനു വേണ്ടി ഞാനിവിടെ നോട്ട് ചെയ്തത്. ഈ ഓർഡറിൽ തന്നെ പറഞ്ഞാൽ മതി. സാറ ഈസ് നോട്ട് എ ഷ്രിങ്കിങ് വയലറ്റ്. ക്ലിയർ? ഇനി സാറ ഒരു അഹങ്കാരി അല്ല എന്ന് പറയണമെങ്കിലോ സാറ ഈസ് നോട്ട് അരോഗന്റ്. ക്ലിയർ? അതുപോലെ സാറ ഒട്ടും ശ്രദ്ധയില്ല അവൾക്ക്. അപ്പം എന്താ പറയുക? അപ്പം നമുക്ക് സാറ ഈസ് റെക്ലെസ്. ഇനി സാറ ഈസ് നോട്ട് റെക്ലെസ്. സാറ ഈസ് നോട്ട് റെക്ലെസ്. അപ്പോൾ എത്ര സെൻറ്റൻസുകൾ നമ്മൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോളൂ ടേബിളിൽ നിന്ന്. പക്ഷെ ഓരോ ഒരു വേർഡിൻ്റെയും അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. ഓസം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിരിക്കുന്നു, അടിപൊളിയായിരിക്കുന്നു. ഓക്കെ, ഓസം, അമേസിങ്. ക്ലിയർ? ടെറിഫിക്, ഇറ്റ് ഈസ് ടെറിഫിക്, അടിപൊളി. ഓക്കെ, ടെറിബിൾ അല്ല കേട്ടോ. ഓസം, അമേസിങ്, ഫാന്റാസ്റ്റിക്, ഇറ്റ് ഈസ് ഫാന്റാസ്റ്റിക്. ഇറ്റ് ഇപ്പോൾ നമ്മളൊരു കാര്യം, നല്ല കാര്യം, ഇതെങ്ങനെയുണ്ട്, ഹൗസ് ഇറ്റ്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക? ഓ ഇറ്റ് ഈസ് ഫാന്റാസ്റ്റിക്, ഇറ്റ്സ് അമേസിങ്, അല്ലേ? അപ്പോൾ നമ്മൾ ഒരു വസ്തുവിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു സാധനത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരാളുടെ പെർഫോമൻസിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ഹെർ പെർഫോമൻസ് വാസ് അമേസിങ്. ക്ലിയർ? അപ്പോൾ എന്താണ് ഓരോ വേർഡിൻ്റെ മീനിങ് പറഞ്ഞുതരാം. ഇനി ഈസി ഗോയിങ്. ഇപ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച് വിശേഷിപ്പിക്കാനാണെങ്കിൽ ഈസി ഗോയിങ്. ഈസി ഗോയിങ് എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക, പെട്ടെന്ന് സ്ട്രെസ്ഡ് ആവില്ല. ഏത് കാര്യങ്ങളും ആലോചിച്ച് വളരെ കൃത്യമായിട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാവരുമായിട്ട് ഒത്തുപോകുന്ന ഒരു സ്വഭാവമുള്ള ആളാണ് ഈസി ഗോയിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഷീ ഈസ് ഈസി ഗോയിങ്. ഷീ ഈസ് നോട്ട് ഈസി ഗോയിങ്. സാറ ഈസ് നോട്ട് ഈസി ഗോയിങ്. സാറ ഈസ് ഈസി ഗോയിങ്. ഇപ്പോൾ അർത്ഥം മനസ്സിലായല്ലോ? എല്ലാ കാര്യങ്ങളൊക്കെ ഒത്തുപോകുന്ന ഒരാൾക്കാർ. ഓക്കെ, ഈസി ഗോയിങ്. ക്ലിയർ? അപ്പോൾ ഏത് സാഹചര്യമായിട്ട് അവർ പൊരുത്തപ്പെടും. ഈസി ഗോയിങ്. നൗ ഡൗൺ ടു എർത്ത് പേഴ്സൺ എന്ന് പറഞ്ഞാൽ വളരെ വിനയാന്വിതമായ സ്വഭാവമുള്ള ആൾ. അദ്ദേഹം വളരെ വിനയ സ്വഭാവമുള്ള ഒരാളാണ്, വിനയമുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ ഹീസ് എ ഡൗൺ ടു എർത്ത് പേഴ്സൺ. ഹീ ഈസ് എ ഡൗൺ ടു എർത്ത് പേഴ്സൺ. ഹീ ഈസ് എ ഡൗൺ ടു എർത്ത് പേഴ്സൺ. ക്ലിയർ? ദെൻ കാം ആൻഡ് കളക്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? റെയർലി ഗെറ്റ് സ്ട്രെസ്ഡ്. അവർ അത്ര പെട്ടെന്നൊന്നും ടെൻഷൻ അടിക്കാത്ത സ്വഭാവമുള്ള ആൾക്കാർ. ഓക്കെ, കാം ആൻഡ് കളക്റ്റഡ്. അപ്പോൾ ഐ എം സോ കാം ആൻഡ് കളക്റ്റഡ്. യൂഷ്വലി ഐ എം സോ കാം ആൻഡ് കളക്റ്റഡ്. അപ്പോൾ നമ്മൾ ബ്രെഡ് ആൻഡ് ബട്ടർ എന്നൊക്കെ പറയുമ്പോൾ ഇതെപ്പോഴും ഒന്നിച്ച് തന്നെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. കാം ആൻഡ് കളക്റ്റഡ്. ക്ലിയർ? ഇംഗ്ലീഷിൽ അങ്ങനെയുള്ള കുറച്ച് സെൻറ്റൻസുകളില്ലേ, നമ്മൾ ടോം ആൻഡ് ജെറി എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ബ്രെഡ് ആൻഡ് ബട്ടർ. ഓക്കെ, കാം ആൻഡ് കളക്റ്റഡ്. ഓക്കെ, നമ്മൾ ബോബൻ മൂളി എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ തന്നെ. സോ കാം ആൻഡ് കളക്റ്റഡ്. സോ യു ആർ കാം ആൻഡ് കളക്റ്റഡ്, they are calm and collected. That means
ദേ റെയർലി ഗെറ്റ് സ്ട്രെസ്ഡ്. അപ്പോൾ നമ്മൾ ഒരാളുടെ സ്വഭാവമൊക്കെ പറയുമ്പോൾ നമുക്ക് ഇതിലുള്ള എത്ര വേർഡ്സുകൾ നമുക്ക് എടുക്കാം അല്ലേ? ഷീ ഈസ് എ ഷ്രിങ്കിങ് വയലറ്റ്, ഷീ ഈസ് അരോഗൻറ്റ്, ഷീ ഈസ് എക്സോസ്റ്റഡ് റൈറ്റ് നൗ. വൈ? ബിക്കോസ് ആഫ്റ്റർ ആൻ അവർ ലോങ് റണ്ണിങ് ദ പാർക്ക് ഷീ ഈസ് സോ എക്സോസ്റ്റഡ്. ഒരു നമ്മൾ എന്താ പറയുക, ആകെ ഒരു പരവേശം, ക്ഷീണിച്ച് ആകെ ടയേർഡായി ആകെ പരവേശമായിരിക്കുന്ന അവസ്ഥയാണ് എക്സോസ്റ്റഡ് അല്ലേ? അപ്പം ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റും, ഒരു വ്യക്തിയെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും, നമ്മളുടെ ഫ്രണ്ട്സിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. മനസ്സിലാവുമോ? അപ്പോൾ ഇത്രയും സെൻറ്റൻസ് നന്നായിട്ട് ഓരോ വേർഡിൻ്റെയും അർത്ഥം മനസ്സിലാക്കുക, ഏത് സന്ദർഭത്തിലാണ് യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കുക. അതുപോലെ അടുത്ത് നോക്കൂ, സോഷ്യൽ ബട്ടർഫ്ലൈ. സോഷ്യൽ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞാൽ സാമൂഹികമായ കാര്യങ്ങളിൽ ഇടപെടാനും പാർട്ടീസൊക്കെ അറേഞ്ച് ചെയ്യാനും ഗെറ്റ് ടുഗദേഴ്സൊക്കെ വെക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമുള്ള ആൾക്കാരെയാണ് എന്ത് പറയുക, സോഷ്യൽ ബട്ടർഫ്ലൈ എന്ന് പറയുന്നത്. ദേ ആർ നോട്ട് ഇൻട്രോവേർട്ട്. ഓക്കെ, ദേ വിൽ ബി എക്സ്ട്രോവേർട്ട് ഓൾവേസ്. ക്ലിയർ? സോ സോഷ്യൽ ബട്ടർഫ്ലൈ. ക്ലിയർ? സാറ ഈസ് എ സോഷ്യൽ ബട്ടർഫ്ലൈ. സാറ തന്നെ പറയണമെന്നില്ല, നിങ്ങൾക്ക് ആരുടെ പേര് വേണമെങ്കിലും എടുത്തിട്ടത് പറയാം. മനസ്സിലായി? അപ്പോൾ ഇതിലുള്ള എല്ലാ വേർഡ്സും ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സുകളാണ്, പക്ഷെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വേർഡ്സുകളാണ്. അപ്പോൾ ഇഷ്ടംപോലെ സെൻറ്റൻസുകൾ നിങ്ങൾക്ക് ഈ ഒറ്റ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലായി? അപ്പോൾ ഇത് ഇത്രയും നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത് ഓൺലി ഒരു നിങ്ങൾക്കൊരു നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കാനുള്ള ഒരു വീഡിയോ മാത്രമാണ്. ഇത് നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എബൌട്ട് എ ഫ്രണ്ട്, നമ്മളൊരു ഫ്രണ്ടിനെ, എബൌട്ട് അവർ ഫ്രണ്ട്സ്, നമ്മളുടെ ഫ്രണ്ട്സിനെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ നമുക്ക് ഇതിലുള്ള ഇഷ്ടംപോലെ സെൻറ്റൻസുകൾ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ പറഞ്ഞ ഐഡിയാസ് എല്ലാം വെച്ചിട്ട് നമ്മളുടെ ഫ്രണ്ട്സിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് കുറേ സെൻറ്റൻസുകൾ പഠിച്ചു വെച്ചാൽ മാത്രം പോരല്ലോ, അതെങ്ങനെ നമ്മുടെ ലൈഫ് സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യും എന്നും കൂടെ നമ്മൾ പഠിക്കണ്ടേ. അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ, ഇതിൻ്റെ ബാക്കി നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനു മുമ്പേ നിങ്ങളിത് കൃത്യമായിട്ട് പഠിക്കുക, അതിനുശേഷം ആ വീഡിയോ കാണാം. ദെൻ ഇറ്റ് വിൽ ബി സോ ഹെൽപ്ഫുൾ ടു you. Okay friends, thank you so much, and I hope that this video is helpful for you. Bye.